നമസ്കാരം. അടുത്ത UDF മന്ത്രിസഭ അധികാരമേറ്റാലുടൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനം ആശാവർക്കർമാരുടെ വേതന വർധനവായിരിക്കും. ഈ ഉറപ്പ് നൽകുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ പ്രതിഷേധ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. വലിയ കയ്യടികളോടെയാണ് ആശാവർക്കർമാർ, പാവപ്പെട്ട ആ അമ്മമാരും സഹോദരിമാരും ഈ പ്രഖ്യാപനത്തെ വരവേറ്റത്. പക്ഷെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. 2026 UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസുകാർക്ക് പോലും ഉറപ്പില്ല. UDF അധികാരത്തിൽ വന്നാൽ VD സതീശൻ മന്ത്രിയാകുമോ എന്ന് സതീശനോ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാർക്കോ പോലും ഉറപ്പില്ല. അത്തരമൊരു ഉറപ്പില്ലാത്ത കാര്യത്തിൽ VD സതീശൻ എങ്ങനെയാണ് ഈ ആശാവർക്കർമാർക്ക് ഇത്രയും ശക്തമായ ഉറപ്പ് നൽകുന്നത്? സ്വന്തം കസേര തന്നെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയുടെ അവസ്ഥയിലാണ്. ആ സതീശനാണ് ആശാവർക്കർമാർക്ക് 2026 വേതനം വർദ്ധിപ്പിച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി VD സതീശന്റെ കോൺഗ്രസിലെ അവസ്ഥ. VD സതീശൻ കോൺഗ്രസിന് ഒരു എടുക്കാച്ചിരക്കായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. VD സതീശൻ ഒരു ഭാഗത്തും കോൺഗ്രസിലെ മറ്റു നേതാക്കന്മാരും മറ്റു ഗ്രൂപ്പുകളുമൊക്കെ മറുഭാഗത്തും ആയിരിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി കഴുത്തിന് പിടിച്ച് KPCC യോഗത്തിന് പോകണമെന്ന് നിർബന്ധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പത്തിമടക്കി മാസങ്ങൾക്ക് ശേഷം ഇന്ന് KPCC എക്സിക്യൂട്ടീവിൽ സതീശൻ പങ്കെടുത്തു. അവിടെ നിന്ന് കിട്ടിയതും വാങ്ങിയിട്ടാണ് നേരെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തി ആ ആവേശം ആശാവർക്കർമാരുടെ സമരത്തിൽ പ്രയോഗിച്ചത്. എന്തായാലും VD സതീശന്റെ ആവേശകരമായ വാഗ്ദാനം കേട്ട് കോൾമയിർ കൊണ്ടു ആശാവർക്കർമാർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി UDFന്റെ ഭരണത്തിന് വേണ്ടിയുള്ള വലിയ കാത്തിരിപ്പിലായിരിക്കും ഈ ആശാവർക്കർമാർ. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി UDFനെ തിരികെ അധികാരത്തിലെത്തിക്കാനുള്ള വലിയ പരിശ്രമത്തിലായിരിക്കും ഇനി ആശാവർക്കർമാർ. ആ പരിശ്രമത്തിനൊടുവിൽ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് സ്വപ്നം കണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ആശാവർക്കർമാർ ഉറങ്ങുന്നത്. ആ സുന്ദര സുദിനം എത്തുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും ആശാവർക്കർമാരുടെ വേതനം ആവശ്യപ്പെട്ടതിലധികം വർദ്ധിപ്പിക്കുമെന്നും VD സതീശൻ നൽകിയ ഉറപ്പ് എന്നും ഒരു സ്വപ്നമായി അവരുടെ ഒപ്പമുണ്ടാകും. പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യത തന്നെ വിരളമായിരിക്കുന്നു. അധികാരത്തിൽ വന്നാൽ പോലും VD സതീശൻ മന്ത്രിയാകുമെന്ന കാര്യത്തിലും ഉറപ്പില്ല. VD സതീശൻ മന്ത്രിയാകാത്ത മന്ത്രിസഭാ യോഗത്തിൽ എങ്ങനെ ഇത്തരം ഒരു തീരുമാനമെടുക്കുമെന്ന് VD സതീശന് പറയാൻ കഴിയും. പക്ഷെ ഒരു ആവേശത്തിന് സതീശൻ അതങ്ങ് പറഞ്ഞു വച്ചു എന്നു മാത്രം.